രാജ്യമെങ്ങും സ്വാതന്ത്ര്യദിനാഘോഷം വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോൾ വയനാട് ദുരന്തത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് ഏരൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലുടനീളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ആഗസ്റ്റ് 15 ഡ്രൈ ഡേ ആചരിച്ചുകൊണ്ടായിരുന്നു ഏരൂർ ഗ്രാമപഞ്ചായത്ത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികളുടെയും ഹരിതകർമ്മസേനാംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് തുടക്കം കുറിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുകയാണ്. വളരെ നമ്മുടെ നാട് ഏറ്റവും ദുഃഖത്തിലാകുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം കടന്നു പോകുന്നത്. വയനാട്ടിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും നമുക്ക് വേദനയായി നിൽക്കുകയാണ്. ഈ ദിവസം നമ്മൾ ആഗസ്റ്റ് 15 നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത് നമ്മുടെ മാർക്കറ്റ് ശുചീകരണവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ആഗസ്റ്റ് 15 ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഒരു പ്രോഗ്രാം എടുക്കാൻ തീരുമാനിച്ചത്. പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു സേവനം നിരവധി വർഷങ്ങളായി നമ്മുടെ പഞ്ചായത്തിനെ ഏറ്റവും നന്നായി ഗ്രീൻ ആക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് ഭരണസമിതിയോടൊപ്പം. തീർച്ചയായിട്ടും ഭരണസമിതി അംഗങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമ സുഹൃത്തുക്കളടക്കം അല്ലെങ്കിൽ മറ്റ് പത്രമാധ്യമങ്ങളടക്കമുള്ള മുഴുവൻ ആളുകളും എപ്പോഴും നമ്മുടെ നാട് ശുചീകരണം എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും കുറച്ച് ശതമാനം ആളുകളെങ്കിലും അത്തരത്തിൽ കടന്നു വരാത്ത നമുക്ക് ദുഃഖം. എന്റെ ഗ്രാമം ഹരിതഗ്രാമം എന്ന പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ശുചിത്വ യജ്ഞം ഏരൂർ ജംഗ്ഷനിലെ പൊതുചന്ത, MCF എന്നിവിടങ്ങളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ഷൈൻ ബാബു, ജനപ്രതിനിധികളായ ഫൗസിയ ഷംനാഥ്, ചിന്നു വിനോദ്, IRTC കോർഡിനേറ്റർ രേവതി, ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി ബിൻസി, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഏരൂർ.